വി.ഡി. സതീശൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. മൂന്നാം പിണറായി. അങ്ങനെ കേൾക്കുമ്പോഴേ ആളുകൾക്ക് അലർജിയാണ്, ഛർദ്ദിക്കാൻ വരുന്ന രീതിയിലാണ് എന്നൊക്കെ. ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞ് കറക്റ്റാണ്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വി.ഡി. സതീശൻ്റെ വാക്ക് കേൾക്കാനോ പിണറായിയുടെ വാക്ക് കേൾക്കാനോ അല്ല, മറിച്ച് നിരുപദ്രവാധികാരിയായിരുന്ന, അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിക്കപ്പെട്ട ഒരുവൻ്റെ പുറകിലാണ്. അത് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ ഇല്ലാതെ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ പുറകിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവനെ പാർട്ടി തിരിച്ചെടുക്കുന്നില്ല? അവൻ പാർട്ടിയിൽ മത്സരിച്ചില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ടു പോകും. ഒറ്റ ഉത്തരമേ ഉള്ളൂ. പിണറായിക്ക് എതിരെയാണ് നിങ്ങൾ മത്സരിക്കുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം 1-ാം നമ്പർ സ്ഥാനാർത്ഥിയായിട്ട് വേണം പാലക്കാട്. എന്നാൽ ഇവിടെ കോൺഗ്രസ് 100 മേൽ സീറ്റ് ജയിച്ചിരിക്കും.